അലൂമിനിയം PVC ഉപയോഗിച്ച് ചെയ്ത ഒരു വൈറ്റ് കിച്ചണിൻ്റെ വീഡിയോ ആണ്. ഇവിടെ കിച്ചണും വർക്ക് ഏരിയയുമാണ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ വൈറ്റും അതുപോലെ തന്നെ വർക്ക് ഏരിയ ബീച്ച് കളറിലാണ് ചെയ്തിട്ടുള്ളത്. സാധാ ചെയ്യുന്ന പോലെ തന്നെ 3 ഡ്രോയർ അതുപോലെ തന്നെ ട്രോളി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതുപോലൊരു ടൈലൊന്നും വെക്കാത്തൊരു ഏരിയ ആയിരുന്നു ആദ്യം നമുക്ക് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ശേഷം അവർ ഫുള്ള് ടൈല് വെച്ചിട്ടുണ്ട്. ടൈല് വെച്ചാലെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. അതിന് ബാക്ക് സൈഡിൽ ഉറുമ്പ് പാറ്റൊന്നും കയറാതെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. കാരണം ടൈല് വെച്ചിട്ട് അതിന് ബാക്ക് സൈഡിൽ ഷീറ്റ് അടിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഷീറ്റ് അടിക്കുമ്പോൾ ആ ഭാഗത്തായിരിക്കും അതിലെ ഈ ചെറിയ ഉറുമ്പും കാര്യങ്ങളൊക്കെ കയറി കൂടുക. ഇവിടെ നമ്മളൊരു സ്റ്റോറേജിന് വേണ്ടി വലിയൊരു ബോക്സിന് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഇതുപോലെ ഉണ്ടാകുക. അവിടെ നമ്മൾ ഫ്രെയിം അടിച്ച് ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ 3 ഡ്രോയർ കൊടുക്കുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SS-ൻ്റെ സ്ലൈഡർ തന്നെ കൊടുത്തിട്ടുള്ളത് തുരുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വിൻഡോ കവർ ചെയ്തിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഷോ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട്. ഉൾഭാഗത്ത് തട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. സ്ക്രൂവിന് പകരം ഫുള്ളായിട്ട് റിപ്പീറ്റ് തന്നെ ചെയ്യുന്നത്. കാരണം സ്ക്രൂ ആകുമ്പോൾ ഇളകി വരാൻ സാധ്യതയുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വർക്കിൽ 3 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ GTB കൊടുത്തത് കിച്ചണിലാണ്. ഇപ്പോൾ അതിനുശേഷം വർക്ക് ഏരിയയിലൊന്ന് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ പ്ലേറ്റിൻ്റെ മാത്രമായിട്ട് ഒരു സെറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളത്. ലക്സിൻ്റെ PVC ഷീറ്റാണ്. കമ്പനി സാധനം തന്നെയാണ്. നമ്മൾ ലക്സ് തന്നെയാണ് യൂസ് ചെയ്യൽ. 3 ബ്രാൻഡ് വരുന്നുണ്ട്. ഫ്ലെക്സി ബോണ്ട് അതുപോലെ തന്നെ ലക്സ മെറാർ. ഇതിൽ ലക്സ തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ. ഡ്രോയറിൽ ഒരു സ്പൂൺ ട്രേ കൊടുത്തിട്ടുണ്ട്. അത് റിഫൻ്റെ ബ്രാൻഡ് സാധനം തന്നെയാണ്. അതിന് ഏറ്റവും താഴെയായിട്ട് പ്ലേറ്റ് വെക്കാനുള്ള റാക്കാണ്. ഫൈബറിൻ്റെ ഡ്രോയർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേറ്റ് വെക്കാനുള്ള ട്രേ കൊടുക്കലാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊന്നും പറിച്ചിട്ടില്ല. കാരണം അത് അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷം വന്നിട്ട് നമ്മൾ ഇത് പേപ്പറൊക്കെ ഭരിക്കുക. വർക്കിലൊക്കെ ഏകദേശം മൊത്തത്തിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊത്തം അഴുക്കാവുന്നതുകൊണ്ട് തന്നെ നമ്മളിത് പേപ്പറും കാര്യങ്ങളൊന്നും പറിച്ചില്ല. ഞങ്ങൾ മൊത്തം സെറ്റാക്കി വെച്ച് പോയതിന് ഏകദേശം 1 ദിവസം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ആക്കിയിരുന്നു. അതായത് ഗ്രാനൈറ്റ് വെച്ച് കിട്ടിയ 1 ദിവസം കൊണ്ട് നമുക്ക് വർക്ക് ഏരിയയും കിച്ചണും ഫിനിഷ് ആക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പേപ്പറൊക്കെ പറിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ദിവസം വരണം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ വന്നിട്ടുള്ളത് മൊത്തം പേപ്പറൊക്കെ പറിച്ച് ക്ലിയർ ആക്കുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രോ ലിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ ഗ്ലാസിന് തട്ടും ഒന്നിൽ GTB കൊടുത്തിട്ടുള്ളത്. ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ പരമാവധി സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് കിട്ടും. മേലെ സ്പൂണ് കത്തി ഐറ്റംസൊക്കെ വെക്കാം. സെൻട്രലായിട്ട് മറ്റുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഉൾഭാഗത്ത് ആവശ്യത്തിൽ തട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ ചെയ്യില്ല. പാർട്ടീഷൻ ചെയ്താൽ എയർ പാസിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് പാർട്ടീഷൻ ഇല്ലാതെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരാഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫിനിഷ് ആക്കാൻ പറ്റും. പക്ഷെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് അതിൻ്റെ കോട്ടിങ് കൊടുക്കാനും അതുപോലെ തന്നെ സാധനം ഇറക്കാനും മറ്റൊക്കെ കുറച്ച് ടൈം വേണം. അതിനുശേഷം വർക്ക് തുടങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു കിച്ചൺ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ആക്കാൻ പറ്റും. മറ്റുള്ള അവിടുന്ന് കട്ടിങ്ങും കാര്യങ്ങളും പൊടിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഷോപ്പിൽ നിന്നാക്കിയിട്ട് വരിക ചെയ്യുക. ഇവിടെ നമുക്ക് അത്യാവശ്യം ഷോ ഐറ്റംസൊക്കെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നല്ലൊരു കാഴ്ചയൊക്കെ ഉണ്ട് സാധനം. അതുപോലെ തന്നെ ഇവിടെ ഒരു GTB കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യാത്ത പ്ലേറ്റൊക്കെ കിച്ചണിൽ വെക്കാൻ പറ്റും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന വർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയിലും പ്ലേറ്റിൻ്റെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയ ഒക്കെ ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ പരമാവധി സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ തന്നെ മറ്റൊരു വാഷിംഗ് മെഷീനും കൂടി വരാനുണ്ട്. അതിൻ്റെ ഒരു ആവശ്യത്തിന് പൈപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തട്ടായിരുന്നു കൊടുത്തത്. ഇപ്പോൾ അത് മാറ്റി GTB പ്ലേറ്റിൻ്റെ റാക്ക് കൊടുത്തിട്ടുണ്ട്. വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ ക്ലിയർ കുറച്ച് കുറവാണ്. ഇവിടെ 3 ഡ്രോയറിന് കൊടുത്തിട്ടുള്ളത് SS-ൻ്റെ തന്നെയാണ്. സ്ലൈഡർ കാര്യങ്ങൾ തുരുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. താഴെ അത്യാവശ്യം സ്റ്റോറേജ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയ സാധനങ്ങൾ. സെൻട്രലിൽ സ്പൂൺ ഐറ്റംസ് എല്ലാം വീണ്ടും വെക്കാം. അതുപോലെ തന്നെ താഴെ പ്ലേറ്റും വെക്കാം. നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ ഒരു SS-ൻ്റെ തന്നെ സാധനമാണ്.